പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പണം കായ്ക്കുന്ന മരത്തെക്കുറിച്ചാണ്. എന്താണ് പണം കായ്ക്കുന്ന മരം? നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടാവും. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങളുടെ പണം കായ്ക്കുന്ന മരം. അതായത് നിങ്ങളെ ജോലിയിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം, പല ആഗ്രഹങ്ങളുള്ള ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു സാലറി ഉണ്ട് വിചാരിക്കുക, ഒരു 10,000 രൂപ സാലറി അല്ലെങ്കിൽ 15,000 രൂപ സാലറി ഉള്ള ആളെ വിചാരിക്കുക. നിങ്ങളൊരു 15 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ ഒരു വീട് വെക്കണമെങ്കിൽ എത്ര വർഷം എടുക്കും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000 രൂപ സാലറി ആണെങ്കിൽ 1,20,000 രൂപയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തിൽ സാലറി ആയിട്ട് വരുമാനമായിട്ട് ഉണ്ടാകുക. ഈ വരുമാനത്തിൽ തന്നെ എക്സ്പെൻസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എങ്ങനെ വെച്ച് പിടിച്ചാലും ഒരു 50,000 രൂപ പിടിക്കുക. ഈ 50,000 രൂപ വെച്ചിട്ട് നിങ്ങളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 10 വർഷം, എത്ര വർഷം എടുക്കും നിങ്ങൾക്ക് ഈ ഒരു 15-20 ലക്ഷം ക്യാഷ് ആക്കി മാറ്റാം? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ടും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയും, നമ്മളിപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ EMI അതുപോലുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങൾ, അവിടെയാണ് നമ്മൾ പണം കായ്ക്കുന്ന മരം എന്ന ഒരു ഐഡിയ വരുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് പണം കായ്ക്കുന്ന മരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വരുമാനം ഉണ്ടാവും, ഒരു ജോലിയിൽ നിന്നുള്ള വരുമാനമാണ്. അതുപോലെ തന്നെ മറ്റൊരു വരുമാനം നിങ്ങൾക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യും? പല ഭാഗത്തു നിന്നുള്ള വരുമാനങ്ങൾ വരുമ്പോൾ നിങ്ങളെ കയ്യിൽ ക്യാഷ് കൂടും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, കൂടെ തന്നെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ബിസിനസ് ആകുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടല്ല, നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറുകിട, ഇപ്പോൾ നിങ്ങളെ വൈഫിന് എന്തെങ്കിലുമൊക്കെ ഹെയർ ഓയിൽ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ടൈലറിങ് അതുപോലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഐഡിയാസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് തുടങ്ങുക. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബിസിനസ് സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പണം കഴിക്കുന്ന മരം എന്നുള്ള ഉദ്ദേശം. അത് നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യും? രണ്ട് വരുമാനമായി മാറും. അതായത് നിങ്ങൾക്ക് സാലറിയും കിട്ടും, അതുപോലെ തന്നെ ഒരു ചെറിയ ബിസിനസ് ഉള്ളതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു വരുമാനം വരും. അപ്പോൾ രണ്ട് വരുമാനമായി. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തതായിട്ട് പുതിയ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് വരിക. അതായത് നിങ്ങളിപ്പോൾ ഒരു 5 മണി വരെ 6 മണി വരെയുള്ള ജോലിയാണ് വിചാരിക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വരുമാന മാർഗ്ഗങ്ങളോ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതും ഒരു വരുമാന മാർഗ്ഗമായി മാറും. അപ്പോൾ നിങ്ങൾ മരം കായ്ക്കുന്ന മരങ്ങൾ 3 അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതുപോലെ നിങ്ങളെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും, പാട്ട് പാടാനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ബിസിനസ് ഐഡിയ ചെയ്യാൻ പറ്റുമോ എന്ന് കൃത്യമായി ആലോചിച്ച് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിങ്ങനെ കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി എപ്പോഴും സ്ഥിരമാണോ അല്ലോ എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് മറ്റൊരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ തന്നെ, അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാനൊക്കെ പറ്റും. എപ്പോഴും നമ്മൾ എന്ത് വെച്ചാൽ പല മേഖലകളിൽ നിന്നുള്ള വരുമാനം നമ്മളെ സാമ്പത്തികമായി നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കും. ഒരു സാലറിയിൽ നിന്ന് മാത്രം നിൽക്കാതെ പല മേഖലകളിൽ നിന്നുള്ള ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയാനുള്ളത്. അതിനെയാണ് നമ്മൾ പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്നത്. ഒരു മരം കരിഞ്ഞു പോയാലും അടുത്ത മരത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം വരണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യുക? നിങ്ങളിപ്പോൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിരിക്കുക, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് തുടങ്ങിയിരിക്കുക. അത് ഡെവലപ്പായി വിജയിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിൻ്റെ ഒരു 10 ഇരട്ടി വരുമാനം അതിൽ നിന്ന് വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ചാൽ എന്തെങ്കിലും ചെറുകിട ബിസിനസ് നിങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള ഇത് തുടങ്ങിയിട്ട് വിജയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫേസ്ബുക്ക് ചാനലൊക്കെ തുടങ്ങുക, അതിനൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു ചിലവില്ലാത്ത പരിപാടി. അങ്ങനെ പല പരിപാടികളും ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാനുള്ള പുതിയ പുതിയ ഐഡിയാസ് സൃഷ്ടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഇന്ന് തന്നെ ആലോചിച്ചിട്ട് പുതിയ പുതിയ ബിസിനസ്, ഇനി നിങ്ങളെ വൈഫിന് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സോ അവർക്ക് വല്ല വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുക. എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക.